ഇന്ത്യയിൽ നിന്ന് എല്ലാ തരത്തിലും വ്യത്യസ്തമായൊരു ദേശത്ത് ഒരു നിഗൂഢ പദ്ധതി രൂപപ്പെടുന്നു. കശ്മീരിലെ സമീപകാല ആക്രമണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു. ആക്രമണത്തിൻ്റെ മാസ്റ്റർ മൈൻഡ് ആരാണ്? അത് മറ്റാരുമല്ല, ജനറൽ അസീം മുനീർ, സൈന്യത്തിൻ്റെ തലവൻ. കരുനീക്കങ്ങൾ നടത്തിയത് റാവൽപിണ്ടിയിലാണ്. പാകിസ്ഥാൻ ഭരിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അതെന്തായാലും പ്രധാനമന്ത്രിയല്ല. ആക്രമണത്തിന് കുറച്ചു ദിവസം മുമ്പ് ജനറൽ മുനീർ തൻ്റെ ഉദ്ദേശങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം കശ്മീരിനെ പാകിസ്ഥാൻ്റെ ജീവനാഡി എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പായിരുന്നു, ഇന്ത്യയോടുള്ള വ്യക്തമായ വെല്ലുവിളിയായിരുന്നു. പിന്നീട് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പഹൽഗാം ആക്രമണം അരങ്ങേറി. പെട്ടെന്ന് ജനറൽ നിശബ്ദനായി. പൊങ്ങച്ചമില്ല, തീക്ഷ്ണമായ പ്രസംഗങ്ങളില്ല, ഭയാനകമായ നിശബ്ദത മാത്രം. റാവൽപിണ്ടിയിലെ ഒരു ക്ലാസിക് നീക്കമാണിത്. അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ലോകം ശ്രദ്ധിക്കുമ്പോൾ നിശബ്ദമായി പെരുമാറുക. ശരിക്കും ജനറൽ മുനീറിൻ്റെ കളി എന്താണ്? അദ്ദേഹം ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ യുദ്ധമാണോ? അതോ വെറും പ്രകോപനമാണോ? ഒരു വഴിതിരിച്ചുവിടലാണോ? അതോ ഒരു പരിഹാരമാണോ? യുദ്ധത്തിന് സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും അതിർത്തികളിൽ പൊരുതുന്ന പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ തന്നെ ഏറെ ദുർബലമാണ്. ബലൂചിസ്ഥാനിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെക്കുറിച്ചും പറയാതെ വയ്യ. ജനറൽ മുനീറിന് പാകിസ്ഥാൻ സൈന്യം മുമ്പ് ഇന്ത്യക്ക് കീഴടങ്ങിയിരുന്നുവെന്ന് തീർച്ചയായും ജനറൽ മുനീറിന് അറിയാം. അപ്പോൾ ഒരു പൂർണ്ണ യുദ്ധം അപകടകരമായ ചൂതാട്ടമായിരിക്കും. അതിനാൽ ഒരു പ്രകോപനമാണ് ലക്ഷ്യമെന്ന് ഏതാണ്ട് വ്യക്തമാണ്. പാകിസ്ഥാൻ സൈന്യം പഴയതുപോലെയല്ല. പാകിസ്ഥാനിലെ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ സൈന്യത്തിൻ്റെ അപ്രമാദിത്യം ചോദ്യം ചെയ്യുന്നതാണ്. 2023 മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് അനുയായികൾ തെരുവിലിറങ്ങി സൈന്യത്തെ വെല്ലുവിളിച്ചു. പതിറ്റാണ്ടുകളായി സൈന്യം പാകിസ്ഥാൻ്റെ പവിത്ര സ്ഥാപനമായിരുന്നു. വിമർശനത്തിന് അതീതമായി നിൽക്കുകയായിരുന്നു. അത് തകർന്നു. പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുന്നു. നിക്ഷേപകർ പലായനം ചെയ്തു. പ്രവിശ്യകളിൽ അസ്വസ്ഥത പുകയുന്നു. കഴിഞ്ഞ മാസം ബലൂചിസ്ഥാനിലെ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകൽ ഒറ്റപ്പെട്ട സംഭവമല്ല, അതൊരു വലിയ പ്രതിസന്ധിയുടെ ലക്ഷണമായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം പാകിസ്ഥാനിൽ 1100-ലധികം ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. ഒരു ദശാബ്ദത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. സംരക്ഷിക്കേണ്ട സൈനികരും പോലീസും പലപ്പോഴും ഇരകളായി. സൈന്യത്തിന് സ്വന്തം സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇമ്രാൻഖാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനപ്രീതി തുടരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ സൈന്യത്തെ അനുസരിക്കുന്നവരുമല്ല. അതിനാൽ ജനറൽ മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ളൊരു പ്രതിസന്ധി തികഞ്ഞ ശ്രദ്ധ തിരിക്കലായിരിക്കാം. പാകിസ്ഥാനികളെ അണിനിരത്താനും സൈന്യത്തിൻ്റെ മങ്ങുന്ന മനോവീര്യം വർദ്ധിപ്പിക്കാനും സ്വന്തം പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുമുള്ള ഒരു മാർഗമാണിത്. പക്ഷേ ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തീർത്തും വ്യത്യസ്ത പാതകളിലാണ്. ഇന്ത്യയിൽ എല്ലാ കക്ഷികളുടെയും നേതാക്കൾ ഒന്നിച്ചിരുന്ന് പ്രതിസന്ധികളെ നേരിടുന്നു. പാകിസ്ഥാനിൽ പ്രമുഖ പ്രതിപക്ഷ നേതാവ് ജയിലിലാണ്. ഇന്ത്യയിൽ കശ്മീരി മുസ്ലിങ്ങൾ ഭീകരവാദത്തിനെതിരെ നിലകൊള്ളുന്നു. പാകിസ്ഥാനിൽ സൈന്യത്തിൻ്റെ തലവൻ കാലഹരണപ്പെട്ട ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യയിൽ സൈന്യം പ്രധാനമന്ത്രിയുടെ ഉത്തരവുകൾ പാലിക്കുന്നു. പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി സൈന്യത്തിൻ്റെ ഉത്തരവുകൾ കാത്തിരിക്കുന്നു. നിലനിൽക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയുടേതാണ്. ജനറൽ മുനീർ തൻ്റെ പരാജയങ്ങളെ മറയ്ക്കാൻ ഭീകരത ആസൂത്രണം ചെയ്തേക്കാം. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ പ്രസംഗവും ഇപ്പോഴത്തെ നിശബ്ദതയും അദ്ദേഹത്തിന് തിരിച്ചടിയാകും. പാകിസ്ഥാനിൽ അരാജകത്വം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിർത്തിയിലെ ഏറ്റുമുട്ടലിന് ആ സത്യത്തെ മറയ്ക്കാൻ സാധിക്കില്ല.